ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടാണ്. നമ്മുടെ സീപോർട്ടിൽ നിന്നും വിഴിഞ്ഞം ഹാർബർ വരെ നമുക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാം. കാരണം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഫുൾ ഫ്ലഡ്ജിൽ വർക്കായി തുടങ്ങിയാൽ ഫസ്റ്റ് ഡെവലപ്പ് ആവുന്ന പ്ലേസുകളാണ് നമ്മളീ കാണാൻ പോകുന്നത്. തിരുവനന്തപുരംകാർക്കെല്ലാം വളരെ സുപരിചിതമാണെങ്കിലും തിരുവനന്തപുരം അല്ലാതുള്ളവർ ധാരാളം നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അവർക്ക് ഈ റൂട്ടും ഈ സ്ഥലവും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ പോകുന്ന റൂട്ട്, സ്ഥലം, ഹാർബറിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എത്രത്തോളം ക്രെയിനുകളെ കാണാൻ സാധിക്കും. ഇതടങ്ങിയ ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. വെൽക്കം ടു മൈ ചാനൽ. പോർട്ടിനോട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഈ റോഡിലൂടെയാണ് നമ്മൾ ഹാർബറിലേക്ക് പോകുന്നത്. ഫ്രണ്ട്സ്, കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതാണ് വിഴിഞ്ഞം പോർട്ടും വിഴിഞ്ഞം ഹാർബറും. ഈ വിഴിഞ്ഞം പോർട്ടും വിഴിഞ്ഞം ഹാർബറും തമ്മിൽ 350-400 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. നമ്മൾ ഇപ്പോൾ പോകുന്ന റോഡ് മാർഗമാണ്. റോഡ് മാർഗം പോകുമ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും വിഴിഞ്ഞം പോർട്ട് റോഡ് എന്ന് എഴുതിയത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതുവഴി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മെയിൻ റോഡുണ്ട്. ഒന്ന് പൂവാറിലേക്ക് പോകുന്ന റോഡ്, അതായത് വലത്തോട്ട് കിടക്കുന്ന റോഡ് പൂവാറും, ഇടത്തോട്ട് കാണുന്ന റോഡ് നേരെ കോവളം വിഴിഞ്ഞം ഭാവം അല്ലെങ്കിൽ വിഴിഞ്ഞം ഹാർബറിലേക്ക് പോകുന്ന റോഡാണ്. നമ്മുടെ മുന്നിൽ നേരെ കാണുന്ന ഈ റൂട്ടാവട്ടെ, ഇത് നേരെ പോയിട്ട് നമ്മുടെ NH 66 റോഡാണ്. ദേശീയപാത 66 എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് ചെന്ന് കയറുന്നത്. ഈ ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റോഡാണിത്. ഇതിൻ്റെ വർക്കുകൾ നടന്നിരിക്കുകയാണ്. പക്ഷേ ഇത് സെൻറ്റിനൽ ഹബ്ബ് ഉപയോഗിച്ചുള്ള സാറ്റലൈറ്റ് വ്യൂ അല്ലാത്തതുകൊണ്ട് ഇത് കറക്റ്റ് അപ്ഡേഷൻ അല്ല. നമ്മൾ ഈ കാണുന്നത് കുറച്ച് മുന്നേ നടന്ന വർക്കുകളാണ്. വളരെ കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചെന്നില്ല. കണ്ടോ, ഈ ഭാഗത്തൊക്കെ ഈ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത ഭാഗങ്ങളാണ്. ഇവിടെ എല്ലാം നേരത്തെ തന്നെ ഇൻ്റർലോക്ക് ചെയ്തതാണ്. ചെറിയൊരു പാലവും ഇവിടെ ഇനി കുറച്ച്, അതായത് 250 മീറ്ററിനകത്താണ് ഇനി NH 66 പോർട്ടും തമ്മിൽ കണക്ട് ചെയ്യാനുള്ളത്. നമുക്ക് പോകേണ്ടത് വിഴിഞ്ഞം ഹാർബറിലോട്ടാണ്. നമ്മൾ ഈ കാണുന്ന കോവളം റോഡ്, ആ റോഡ് വഴി കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്. ഇതിൻ്റെ പേരാണ് മുക്കോല ജംഗ്ഷൻ. ഇവിടെ ഒരു വലിയൊരു മരമുണ്ട്. ഈ മരത്തിൻ്റെ അവിടെ നിന്നും വലത്തോട്ട്, അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ വലത്തോട്ട് 100 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ NH 66ലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. നമുക്ക് ഇടത്തോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന വിഴിഞ്ഞത്തോട്ടാണ്. ഈ റോഡ് അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ്. നമ്മുടെ വിഴിഞ്ഞം റോഡ്, വിഴിഞ്ഞം പൂവാർ റോഡ് എന്ന് കാണാൻ സാധിക്കും. ഇതുവഴി നേരെ വന്നു കഴിഞ്ഞാൽ ഇതവിടെ ഒരു ജംഗ്ഷനുണ്ട്. കണ്ടോ, ഒരു 5 റോഡ് സംഗമിക്കുന്ന ഒരു ജംഗ്ഷനാണ്. ഇതാണ് വിഴിഞ്ഞം ജംഗ്ഷൻ. ഇവിടെ നിന്നും നമ്മൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞം ബസ് സ്റ്റാൻഡിലെത്തും. ഉണ്ടോ, ഇതാണ് വിഴിഞ്ഞം KSRTC ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം ഹാർബർ റോഡെന്ന് നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതുവഴി എത്തിക്കഴിഞ്ഞാൽ ഒരു 100-150 മീറ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഹാർബറായി. ഈ ഒരു എൻട്രൻസ് മെയിൻ റോഡിൽ നിന്നും, അല്ല, ആ പോക്കറ്റ് റോഡിൽ നിന്നും കയറുമ്പോൾ വിഴിഞ്ഞം ഹാർബറിലേക്ക് കയറാം. ആ റോഡ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് കാണത്തക്ക വിധത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു വ്യൂ കിട്ടും. നമ്മൾ ഇവിടം വരെയാണ് വണ്ടിയിലേക്ക് വരുന്നത്. കണ്ടോ, അപ്പോൾ വിഴിഞ്ഞം പോർട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്കിനി യാത്ര ചെയ്യാം. പോർട്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് മനോഹരമായ രീതിയിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇച്ചിരി മഴയുള്ള ദിവസമാണ്. കാരണം ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ ഒന്ന് വീഡിയോ കയറി കാണുക. സ്പീഡ് ബ്രേക്കർ നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കും. കാരണം കുറച്ച് വീതിയുള്ള റോഡാണ്. വളരെ ഫാസ്റ്റായിട്ട് ലോറികൾ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇപ്പോൾ സ്പീഡ് ബ്രേക്കർ വെച്ചിട്ടുള്ളത്. വളരെ മുന്നിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പോർട്ട് റോഡും ചെറിയൊരു കണക്ഷൻ റോഡ്, അതായത് പോക്കറ്റ് റോഡല്ല, ഹൈവേ എന്ന് പറയാൻ പറ്റില്ല. NH 66 തൊട്ടപ്പുറത്താണ്. അതിനു മുന്നേ നമ്മൾ കാണുന്നത് വിഴിഞ്ഞം മുക്കോല ഭാഗത്തു നിന്നും പൂവാറിലേക്ക് പോകുന്ന റോഡിലേക്കാണ് ഒരു കണക്ഷൻ റോഡ്. അത് പോർട്ടിൻ്റെ ഏറ്റവും അടുത്ത് തന്നെ മുന്നിലുള്ള റോഡ് തന്നെയാണത്. ആ റോഡിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ നിന്നും വലത്തോട്ട് പോകുന്ന പൂവാറും ഇടത്തോട്ട് പോകുന്നതാവട്ടെ നമ്മുടെ ഹാർബറിലേക്കും മുക്കോല വഴി അല്ലെങ്കിൽ വിഴിഞ്ഞം ഹാർബർ, ട്രിവാൻഡ്രം, ഈ ഭാഗത്തേക്കെല്ലാം ഇവിടെ നിന്നും നമുക്ക് പോകാൻ സാധിക്കും. ഈ റോഡ് കുറച്ച് കട്ടറൊക്കെയാണ്. കാരണം ധാരാളം ലോറികളാണ് ദിനം പ്രതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ആക്രോപോഡുമായിട്ട് ഒരു ലോറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇങ്ങനെ ലോറികളിലായിട്ട് ആക്രോപോഡ് കൊണ്ടുവരുന്നത് ഒരു ഹെവി ക്രെയിനും
നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ്. കാരണം ഈ ഭാഗങ്ങളൊക്കെ നമ്മളെ പോർട്ട് ഫുൾ ഫേസായിട്ട് അല്ലെങ്കിൽ ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ റോഡും ഈ പറയുന്ന പ്ലേസുകളെല്ലാം വളരെ വലിയ മാറ്റത്തോടെയാണ് ചേഞ്ച് ആവാൻ പോകുന്നത്. വലിയ മാറ്റം തന്നെ വരും. അതും ഒരു മാറ്റമില്ല. കാരണം ഇത് ഇന്ത്യയിലെ തന്നെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം ഫസ്റ്റ് ഡെവലപ്പ് ആവുന്ന സ്ഥലങ്ങളാണ് നമ്മളെ കാണാൻ പോകുന്നത്. ഇതാണ് ഈ പറയുന്ന ഹാർബറിലേക്ക് നമ്മൾ പോകുന്ന റോഡ്. ഇച്ചിരി മഴയുണ്ട്. നമ്മുടെ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകളെല്ലാം ഡേ നൈറ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത് ഈ ഭാഗത്തൂടെ തന്നെയാണ്. ധാരാളം ലോറികളാണ് ഈ ഭാഗത്തൂടി കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളെല്ലാം 99% പൂർത്തിയായത് കാരണം ലോറികളുടെ വലിയൊരു തിരക്കില്ല. അല്ലെങ്കിൽ ലോറികളുടെ തിരക്ക് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ആക്രോ ബോർഡുമായിട്ടാണ് ലോറികൾ പോകുന്നത്. ആക്രോ ബോർഡിൻ്റെ വർക്കുകളും തീരാറായിട്ടുണ്ട്. നേരത്തെയാണെങ്കിൽ ആക്രോ ബോർഡിൻ്റെ ലോറികൾ കാണും. പോർട്ടിലേക്കുള്ള ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുമായിട്ടുള്ള ലോറികളും ധാരാളം ഈ റോഡിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ്. 2 വണ്ടികൾക്ക് സുഖമായിട്ട് നമുക്ക് പാസ് ചെയ്ത് പോകാൻ സാധിക്കും. ഈ റോഡൊക്കെ ആണെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഇത് വലിയൊരു ഡെവലപ്പിലേക്കിലായിരിക്കും പോകുന്നത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങൾ കാണുന്ന പ്ലേസുകളും നല്ല രീതിയിൽ ഡെവലപ്പ് ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് നമ്മുടെ ഈ ഭാഗത്ത് വരാൻ പോകുന്നത്. നമ്മൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ഇടത് ഭാഗം കാണുന്നതെല്ലാം പോർട്ടിനോട് ചേർന്നിട്ടുള്ള പ്ലേസുകളാണ്. മനസ്സിലായോ? കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വേറെ റോഡുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു റോഡ് തന്നെയാണുള്ളത്. നമ്മൾ ഈ പോർട്ടിനോട് ചേർന്നിട്ടുള്ള പ്ലേസുകളാണ് ഇതെല്ലാം. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോമീറ്ററോളം ഈ കാണുന്ന പ്ലേസുകളെല്ലാം പോർട്ടിനോട് ചേർന്നിട്ടുള്ള പ്ലേസുകൾ. ഇവിടെയായിരിക്കും ഫസ്റ്റ് ഡെവലപ്പ് ആകാൻ പോകുന്നത്. കണ്ടോ? ഇപ്പം വണ്ടികളുടെ തിരക്ക് വളരെ കുറവ് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന മഴ കാരണം ചെറിയ ചെറിയ വണ്ടികളും റോഡിലധികമായിട്ടില്ല. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളെല്ലാം ഇതുവഴിയാണ്. അത് നമ്മൾ അവിടെ ഫസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറിൻ്റെ പ്ലേസെല്ലാം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഇതുവഴി ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇതുവഴി പോയിട്ടാണ് നമ്മൾ പല ഭാഗത്തു നിന്നായിട്ട് പിന്നെയും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. പക്ഷെ പല സ്ഥലങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇപ്പം ഇന്ന് മഴ ആയതുകൊണ്ടാണ് വണ്ടിയിൽ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെറിയ ബൈക്കിലായിരിക്കും യാത്ര ചെയ്യുന്നത്. കാരണം ആ സ്ഥലത്തെല്ലാം ബൈക്ക് മാത്രമേ ചെന്ന് പോകാറുള്ളൂ. കാറൊന്നും പോകാറില്ല. അപ്പോൾ അത്രയും ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളൊന്നും നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്ത് അറിയാമല്ലോ, നമ്മളെ ഈ പോർട്ടിനോട് ചേർന്നിട്ടുള്ള വീടുകളെല്ലാം തൊട്ടടുത്തടുത്താണുള്ളത്. അവിടെ നമുക്ക് മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്ത് കാണിക്കാത്തത്. വെരി സോറി. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് മുക്കോല ഭാഗത്താണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നതാണ് മുക്കോല ജംഗ്ഷൻ. ഈ ഭാഗത്തുള്ള വസിക്കുന്ന ജനങ്ങൾക്ക്, സാധാരണക്കാരെ എല്ലാവർക്കും ധാരാളം സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത്, അതായത് നമ്മുടെ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഫിഷ് ആവട്ടെ എല്ലാം നമുക്ക് ഒരു മാർക്കറ്റ് പോലെയാണ് റോഡിൻ്റെ 2 സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഇട സൈഡിലൊരു മാർക്കറ്റും ഉണ്ട് അവിടെ. ഇതാണ് ഞാൻ ആ മാപ്പിൽ കാണിച്ച മുക്കോല ജംഗ്ഷൻ. ഒരു വലിയൊരു മരവും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ മരവും ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും വലത്തോട്ട്, ഈ വലത്തോട്ട് കാണുന്ന റോഡ് വഴി 100 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ NH66 നമുക്ക് പോകേണ്ടത്. ഇടതുവശം ചേർന്നാണ് പോകേണ്ടത്. ഉണ്ടോ? ഇത് പോകുന്നത് വിഴിഞ്ഞം ഹാർബറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞം, അതായത് വിഴിഞ്ഞം ഹാർബറിന് മുന്നേ വിഴിഞ്ഞം ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. വിഴിഞ്ഞം ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് നമുക്ക് ഹാർബറിലേക്ക് പോകേണ്ടത്. ഇപ്പോഴും വലിയ മഴയില്ലെങ്കിലും വളരെ ചെറിയൊരു മഴയാണുള്ളത്. അതെൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയ മഴകളില്ലാത്തത്. അല്ലെങ്കിൽ നല്ലൊരു മഴ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ ഒന്നും അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുമാത്രമല്ല, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് നല്ലൊരു തിരമാലയാണ് ആ ഭാഗത്തെല്ലാം ഉള്ളത്. ഞാൻ ആ വീഡിയോയിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്. ബ്രേക്ക് വാട്ടറിൻ്റെ സ്ഥലത്തൊന്നും തിരമാലയില്ല. പക്ഷേ ബ്രേക്ക് വാട്ടറിൻ്റെ അപ്പുറത്തെ പ്ലേസ് എല്ലാം വളരെ വലിയ തിരമാലയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഫിഷിംഗ് നടത്തുന്നവരുടെ 5 ദിവസത്തേന് വിഴിഞ്ഞത്തിൽ നിന്നും അനൗൺസ്മെൻറ്റ് ചെയ്താണ് കടലിലേക്ക് ഫിഷിങ്ങിന് പോകരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് അത്രയും നല്ലൊരു മഴ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ 1 മണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് വലിയ രീതിയിലാണ് മഴ പെയ്യുന്നത്. ഒരു വലിയൊരു KSRTC വരുന്നുണ്ട്. വലിയൊരു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം തിരക്കേടില്ലാതെ നമുക്ക് 2 വണ്ടികൾക്ക് ഒരേ സമയം പാസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും.
ഇത് പോക്കറ്റ് റോഡെന്ന് പറയാൻ പറ്റില്ല, ഇത് അത്യാവശ്യം വലിയ റോഡ് തന്നെയാണ്. നമ്മുടെ നാട്ടുപ്രദേശത്ത് കാണുന്ന ഇത്. ഇവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിഴിഞ്ഞത്തേക്കുള്ളൊരു വലിയ പള്ളിയുണ്ട്. ആ ലോറി പോകുന്ന സ്ഥലം, അവിടേക്ക് പോകാൻ പറ്റും. വലത്തേക്ക് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വിഴിഞ്ഞം ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. വിഴിഞ്ഞം ജംഗ്ഷനിൽ നിന്നാണ് വിഴിഞ്ഞം ഹാർബറിലേക്ക് പോകുന്നത്. ഇതെല്ലാം നമ്മൾ ഈ കാണുന്ന ഇടതുവശത്ത് കാണുന്ന സ്ഥലങ്ങളെല്ലാം വിഴിഞ്ഞം പോർട്ടിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഞാനത് ഇന്നലെ പോയപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത്, ചെറിയ വീഡിയോ ആണ്. കാണാത്തവരാണെങ്കിൽ, നമ്മളെ തിരുവനന്തപുരം ഭാഗത്തില്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് വണ്ടിയിൽ വരുമ്പോഴൊക്കെ ഈ ഭാഗമൊക്കെ നമുക്ക് ഓർമ്മ വരും. പിന്നെ കണ്ടതാണെങ്കിൽ കുറച്ചൊരു എളുപ്പമാണ്, ആരോട് ചോദിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരംകാരാണെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന സ്ഥലങ്ങൾ തന്നെയാണിത്. കാരണം വിഴിഞ്ഞത്ത് നമ്മുടെ ഹാർബറിൽ ഫിഷ് മേടിക്കാൻ വരുന്നവർ കാണും. വളരെ വില കുറഞ്ഞ് തന്നെ ഹാർബറിൽ ഫിഷ് കിട്ടുമായിരുന്നു. ഇപ്പോൾ സീസൺ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒത്തിരി വിലയുണ്ട്. ഇവിടെ വിലയാണെങ്കിൽ ഇവിടത്തെ കാട്ടിയും വളരെ കൂടുതൽ വില തന്നെയായിരിക്കും മാർക്കറ്റിലുള്ളത്. മഴ നനഞ്ഞ ആൾക്കാർ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. ഇവിടെ നിന്നും ഇടത്തോട്ട് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് പോകുന്നുണ്ട്, കാണാൻ സാധിക്കും. ആ പോക്കറ്റ് റോഡ് പോയാലും നമുക്ക് ഹാർബറിലെത്താൻ സാധിക്കും. ആ സ്കൂട്ടർ പോകുന്ന ആ പോക്കറ്റ് റോഡ് പോയാലും നമുക്ക് ഹാർബറിലെത്താം. നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞം ജംഗ്ഷനാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ മാപ്പിൽ പറഞ്ഞതുപോലെ തന്നെ വിഴിഞ്ഞം ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. അത് ആ മുന്നിൽ നമ്മൾ കാണുന്നതാണ്. ഇതൊരു ചെറിയൊരു പാലമാണ്. മുന്നിൽ കാണുന്നതാണ് വിഴിഞ്ഞം ജംഗ്ഷൻ. ഇതൊരു 5 റോഡ് വന്ന് നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ് നമ്മളീ കാണുന്നത്. ഈ കാണുന്നതാണ് വിഴിഞ്ഞം ജംഗ്ഷൻ. ഇവിടെ നിന്നും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകാൻ സാധിക്കും. ലെഫ്റ്റിലേക്ക് ആ ഓട്ടോ വന്ന ആ സ്ഥലത്ത് നിന്ന് നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് വിഴിഞ്ഞം ഹാർബറിലേക്കുള്ള വഴിയാണ്. ഈ റോഡ് അത്യാവശ്യം തിരക്ക് പിടിച്ച സ്ഥലമാണ്. കാരണം ഹാർബർ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 300-400 മീറ്റർ പോയി കഴിഞ്ഞാൽ ഹാർബറായി. അതുമാത്രമല്ല, വിഴിഞ്ഞം ജംഗ്ഷനിൽ നിന്നും ഹാർബറിലേക്ക് പോകുന്ന ഈ പോക്കറ്റ് റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് ധാരാളം കടകളുണ്ട്. അതുമാത്രമല്ല, KSRTC ബസ് സ്റ്റാൻഡ്, അതാ ഈ ബസ് ഇറങ്ങി വരുന്ന ആ ഒരു പ്ലേസ് KSRTC ബസ് സ്റ്റാൻഡാണ്. കണ്ടോ, ബസ് ഇറങ്ങി വരുന്ന സ്ഥലം. അപ്പോൾ ഇതൊക്കെ കാരണം ഈ റോഡ് ചില സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, വണ്ടികൾക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഒന്ന് സൈഡ് ഒതുക്കി കഴിഞ്ഞാൽ രണ്ടാൾക്കും സുഖമായിട്ട് പോകാൻ സാധിക്കും. ഇത് നമ്മുടെ മുന്നിൽ ഇടതുവശത്തായിട്ട് കാണുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ്. ഉണ്ടോ, ഹാർബറിന്റെ തൊട്ടടുത്തുള്ള പ്ലേസ് തന്നെയാണ് KSRTC ബസ് സ്റ്റാൻഡ്. മഴയായത് കാരണം ധാരാളം ഓട്ടോ ഫ്രണ്ട്സുകൾ വണ്ടിയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഓട്ടം കിട്ടാൻ വേണ്ടി. ഇനി നമ്മൾ നേരെ പോകുന്ന ആ റോഡാവട്ടെ, ഇതാണ് ഹാർബർ. പക്ഷേ ഇടത്തോട്ട് കാണുന്ന റോഡ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വന്നപ്പോൾ ഒരു പോക്കറ്റ് റോഡ് ഞാൻ പറയുണ്ടായിരുന്നു, ഹാർബറിലേക്ക് പോകാൻ സാധിക്കും. ആ റോഡ് വരുന്ന സ്ഥലമാണ്. കണ്ടോ, ഇവിടെ അത്യാവശ്യം തിരക്ക് തന്നെയാണ്. പക്ഷെ വലിയ ബ്ലോക്കിലേക്കൊന്നും വരില്ല. ഇത്തിരി തിരക്കുണ്ട് സ്ഥലം, കാരണം ഹാർബർ ആയ കാരണം തിരക്കുണ്ട്. വളരെ ദൂരെയായിട്ട് നമുക്ക് STS ക്രെയിൻ, നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തല ഉയർത്തിരിക്കുന്ന STS ക്രെയിൻ നമുക്ക് വളരെ ദൂരെയായിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കേട്ടോ, ഞാൻ എപ്പോഴും പോർട്ടിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷമാണ്. വളരെ ദൂരെ നിന്ന് തന്നെ STS ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ. ആദ്യമായിട്ട് ക്രെയിനിലൂടെ വന്നപ്പോഴും ഞാൻ പോർട്ടിലേക്ക് വന്നപ്പോൾ വളരെ ദൂരെയായിട്ട് ആ ക്രെയിൻ കാണാൻ സാധിക്കുന്നതിൽ നമുക്കിപ്പോൾ വളരെ സന്തോഷം തോന്നും. ഇത് നമ്മുടെ ഹാർബറിന്റെ ഓട്ടോ സ്റ്റാൻഡാണ്. ഇവിടെ നിന്നും വലത്തോട്ടൊരു ചെറിയൊരു റോഡുണ്ട്. ആ റോഡ് പോകുന്നത് ഹാർബറിലോട്ടാണ്. കണ്ടോ, ഈ റോഡ് അതാ ഒരു ചെറിയ റോഡ് കണ്ടോ. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഹാർബറിലേക്ക് പോകാം. നേരെ പോകുന്നതും ഇതെല്ലാം ഹാർബറിന്റെ റോഡ് തന്നെയാണ്. അത് നമുക്ക് ഈ ഫിഷൊക്കെ ലേലം വിളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ആ പറഞ്ഞ ഹാർബർ. ഇതതിൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ ക്രെയിനുകളെല്ലാം, നമ്മുടെ യാർഡ് ക്രെയിന്, STS ക്രെയിനുകളെല്ലാം ഇവിടെ നിന്നും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലരും ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുള്ളത്. ഹാർബറിനോട് ചേർന്നിട്ടുള്ള ഈ പ്ലേസിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് STS ക്രെയിനും യാർഡ് ക്രെയിനുകളെയും കാണാൻ സാധിക്കും. കുറച്ചുകൂടി മുന്നോട്ട് നമുക്ക് പോകാം. ഇവിടെ വണ്ടി പാർക്കിങ് വലിയ പ്രശ്നമില്ല, എന്നാലും ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാറിലെ വന്നാലും ഫാമിലി ആയിട്ടോ വന്ന് ഇവിടെ നിന്നും വളരെ കൂടുതൽ ആൾക്കാർ ഇവിടെ ഫാമിലി ആയിട്ട് വന്നിട്ട് ക്രെയിനുകളൊക്കെ കണ്ടുപോകുന്നതും ഷിപ്പ് വന്ന് കണ്ടുപോകുന്നതൊക്കെ ഞാൻ ധാരാളം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. കണ്ടോ, കടലിലെ തിരമാല വളരെ ശക്തമാണ്. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൽ നിന്നും വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന
ചെറിയൊരു വീഡിയോ. 8 STS ക്രെയിനും 21 യാർഡ് ക്രെയിനുകളുമായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരംഗമായി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.